ബാബറി മസ്ജിദ് കേസിലെയും ഗ്യാൻവാബി കേസിലെയും കോടതി വിധികളാണ് ആരാധനാലയങ്ങളെ ചൊല്ലിയുള്ള സംഘപരിവാറിന്റെ പുതിയ അവകാശവാദങ്ങളെ ശക്തിപ്പെടുത്തുന്നത്. നിയമത്തിന്റെ പഴുതുകൾ മുതലെടുത്ത് അവകാശവാദങ്ങളും തർക്കങ്ങളും സജീവമാക്കി ബാബറി മസ്ജിദിന് ലഭിച്ച വിധി തന്നെയാണ് സംഘപരിവാർ കിനാവ് കാണുന്നതും. കോടതി വിധികളിലല്ല, നീതിബോധമുള്ള മനുഷ്യരുടെ ഓർമ്മകളിലാണ് ചരിത്രം തലയുയർത്തി നിൽക്കുന്നത്. 1992 ഡിസംബർ 6 ഹിന്ദുവർഗീയവാദികൾ രാജ്യത്തിനേൽപ്പിച്ച മാരകമായ മുറിവിന്റെ ആഘാതം ഇരട്ടിപ്പിക്കുന്നതായിരുന്നു 2019 സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന്റെ വിധി. പള്ളി നിലനിന്ന സ്ഥലം രാമക്ഷേത്ര നിർമ്മാണത്തിനായി ലഭിച്ചത് ആ വിധിയിലൂടെയാണ്. വിധി പറഞ്ഞ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയിയെ രാജ്യസഭാംഗമാക്കി BJP അതിനുള്ള കടപ്പാട് കാട്ടി. ജസ്റ്റിസ് അബ്ദുൽ നസീറിനെ ആന്ധ്രാപ്രദേശ് ഗവർണറുമാക്കി. BJPയും വിശ്വ ഹിന്ദു പരിഷത്തും സംയുക്തമായി സംഘടിപ്പിച്ച 1.5 ലക്ഷത്തോളം വരുന്ന കർഷകരുടെ റാലിയാണ് സുരക്ഷാ സേനയെ നോക്കുകുത്തിയാക്കി ബാബറി മസ്ജിദ് തകർത്തത്. BJP നേതാക്കളായ LK അദ്വാനി, ഉമാഭാരതി, മുരളി മനോഹർ ജോഷി എന്നിവരായിരുന്നു ആ റാലിക്ക് നേതൃത്വം നൽകിയത്. 2020 ലക്നൌ പ്രത്യേക കോടതി ആ കേസും മടക്കിവെച്ചത് എല്ലാ പ്രതികളെയും നിരുപാധികം വിട്ടയച്ചുകൊണ്ടാണ്. ആരാധനാലയങ്ങളുടെ തൽസ്ഥിതി സംരക്ഷിക്കാനുള്ള 1947 ആഗസ്റ്റ് 15 നിയമത്തിൽ നിന്ന് ബാബറി മസ്ജിദിനെ മാത്രമാണ് 2019 സുപ്രീം കോടതി വിധി ഒഴിവാക്കിയത്. വിധിയെ നീതിയുക്തമായ തീർപ്പ് എന്നതിലുപരി രാജ്യത്ത് മതസൗഹാർദ്ദവും സമാധാനവും സംരക്ഷിക്കാനുള്ള മാർഗം എന്ന നിലയിലാണ് പൊതുസമൂഹം കണ്ടത്. 2022 ഗ്യാൻവാബി കേസിൽ വിചാരണ കോടതിയും ഹൈക്കോടതിയും തള്ളിയിട്ടും ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് പുരാവസ്തു വകുപ്പിന്റെ സർവേ നടപടികൾ അനുവദിച്ചതാണ് ഇപ്പോൾ രാജ്യത്തെ മുസ്ലിം പള്ളികൾക്കും ദർഗകൾക്കും നേരെ ഉയർന്നുകൊണ്ടിരിക്കുന്ന അവകാശവാദങ്ങളെ എല്ലാം ആളിക്കത്തിക്കുന്നത്. സംഘപരിവാർ അവകാശവാദം ഉന്നയിക്കുന്ന സമ്പൽ മസ്ജിദ് കമ്മിറ്റിയുടെ അപ്പീലിന്റെ അടിസ്ഥാനത്തിൽ സർവേ നടപടികൾ സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. ആശ്വാസം. എന്നാൽ എത്ര കാലം? ബാബറി കേസിലെ സ്വന്തം വിധിയുടെ തന്നെ ലംഘനം നടത്തിക്കൊണ്ട് ഗ്യാൻവാബി കേസിൽ പണ്ടോറയുടെ പെട്ടി തുറന്ന DY ചന്ദ്രചൂഡ് വെറുമൊരു കളിപ്പാവുകയായിരുന്നുവെന്നാണ് ഇപ്പോൾ മുതിർന്ന അഭിഭാഷകൻ ദുഷ്യന്ത് ദുബെയുടെ വെളിപ്പെടുത്തൽ. അത് സത്യമെങ്കിൽ സമ്പൽ മസ്ജിദിനെയും അജ്മീർ ദർഗയെയും ദില്ലി ജുമാ മസ്ജിദിനെയും കാത്തിരിക്കുന്നതും ബാബറി മസ്ജിദിന്റെ വിധിയല്ലെന്ന് ആർക്ക് പറയാനാവും? ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.